ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ 5ാമത്തെ ദിവസമാണ് കേട്ടോ. 4ാമത്തെ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഈ ഭീകരൻ എനിക്ക് ആ വീഡിയോ ഇതുവരെ അയച്ചു തന്നിട്ടില്ലാത്തതുകൊണ്ടിട്ട് ഇന്നിപ്പം ഞങ്ങൾ പോയിട്ട് ഒരു 1 വീക്കോളം ഗ്യാപ്പായി. ആക്ച്വലി ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്. എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി അവിടെ ഇന്നത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ചെയ്തപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടും പുള്ളിക്ക് ലീവിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടിട്ടും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ട്രീറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആ പ്രഷർ പോയിന്റിൽ മാത്രം അവരത് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെൻഷൻ ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 days ആണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. എന്നാലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ once in a month അവിടെ പോയിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത്. അവിടെ ചെന്നിട്ട് ഒരു മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് മെഡിസിനും അതും ഇതൊക്കെ കഴിച്ച് ഒരുപാട് ട്രീറ്റ്മെന്റും അല്ലെ സർജറി ഒക്കെ ചെയ്യുന്നതിലും എത്രയോ ബെറ്റർ ആണ് ഈ 1 hour നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. പൈസയും ലാഭമാണ്. നമ്മളവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര രൂപയാവും. അപ്പം ബാക്കി ട്രീറ്റ്മെന്റിനെ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു ഇത് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പം ഞങ്ങൾ ഇന്നത്തത് പോയിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഫുഡ് തെറാപ്പിയാണ് ചെയ്തത്. അത് ആ പയ്യൻ ചെയ്തപ്പം വലിയ പെയിനൊന്നും എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരാഴ്ച നമ്മൾ വരാഞ്ഞത് കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ആ ഗ്യാപ്പൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സുനിലേൻ്റെ അടുക്കൽ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പുള്ളി അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മൊബൈലൊക്കെ കുത്തി വെറുതെ വാട്സപ്പും അതുവരെ ഉണ്ടായിരുന്ന മെസ്സേജും ഒക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ ചിരിച്ച മുഖമൊക്കെ കണ്ടില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചിരിയൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോയി. പിന്നെ അങ്ങോട്ട് വേദന കാരണം ഞാൻ കിടന്ന് നിലവിളിക്കുമായിരുന്നു. ആ ഒരാഴ്ച ചെയ്യാത്തതിൻ്റെ ആ എഫക്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, പുള്ളിയെ കാലിൽ ചെയ്തപ്പോഴത്തേനും എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ അത് തീരുന്നിടം വരെ എനിക്ക് നല്ല പെയിനായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് 1 വീക്ക് വരാഞ്ഞത് കൊണ്ടിട്ടാണോ ഇത്രയും പെയിൻ? അത് പറഞ്ഞ് അത് ആ ഒരു പോയിൻറ്റിങ് ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പേ അല്ലെ 4 ദിവസത്തെ മാക്സിമം ഗ്യാപ്പേ വരാൻ പാടുള്ളൂ എന്ന്. ഞങ്ങൾക്ക് 2 പേർക്കും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത ആ സെയിം പെയിൻ തന്നെയായിരുന്നു ഇപ്പോൾ ഈ 1 വീക്ക് ഗ്യാപ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്ക് കൈക്കുമൊക്കെ ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയിൻറ്റിങ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടാണ് ഞങ്ങളെ അവിടെ നിന്ന് വിട്ടത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മൾ മൊത്തത്തിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നല്ല മൈൻഡ് ഫുൾ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ബൈ.